രാജ്യസഭാ സീറ്റ് തർക്കത്തിൽ CPM CP ഉഭയകക്ഷി ചർച്ച ഇന്ന് നടക്കും. MV ഗോവിന്ദനും ബിനോയ് വിശ്വവും യോഗത്തിൽ പങ്കെടുക്കും. തിങ്കളാഴ്ച ചേർന്ന LDF യോഗത്തിൽ തെരഞ്ഞെടുപ്പ് യോഗത്തിന് മുൻപ് പ്രശ്നം പരിഹരിക്കാനാണ് CPMന്റെ നീക്കം. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഇന്നലെ CPM സെക്രട്ടേറിയറ്റ് ചർച്ച നടത്തിയിരുന്നു. ഒപ്പം K. രാധാകൃഷ്ണന് പകരമുള്ള മന്ത്രിയെയും തിരഞ്ഞെടുക്കാനുള്ള യോഗം കൂടിയായിരുന്നു ഇന്നലെ. പുതിയ മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്നെ വകുപ്പുകൾ നൽകാനോ ആണ് ഇന്നലത്തെ യോഗത്തിലെ തീരുമാനമുണ്ടായിരുന്നത്. ഇന്നെന്തായാലും രാജ്യസഭാ സീറ്റ് തർക്കത്തിലാണ് ഉഭയകക്ഷി ചർച്ച നടക്കുന്നത്. MV ഗോവിന്ദനും ബിനോയ് വിശ്വവുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. തിങ്കളാഴ്ചത്തെ LDF യോഗത്തിന് മുൻപ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാനാണ് CPMന്റെ നീക്കം. അഭിജിത്ത് ജയൻ അല്പസമയത്തിനുള്ളിൽ തന്നെ ചേരും വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിലേക്ക് മാത്രം ഒതുങ്ങാനാണ് CPMനായത് ഈ കേരളത്തിൽ. അതുകൊണ്ട് തന്നെ രാജ്യസഭാ സീറ്റിലെ CPM CPI തർക്കം അതിനൊരു പരിഹാരം കാണാനാണ് ശ്രമം. അതിലുള്ളൊരു ചർച്ചയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എത്രയും വേഗത്തിൽ തന്നെ പ്രശ്നം പരിഹരിക്കാനാണ് CPMന്റെ നീക്കം. തിങ്കളാഴ്ച LDF യോഗവും ചേരുന്നുണ്ട്. ആ യോഗത്തിലാകും മന്ത്രി K. രാധാകൃഷ്ണന് പകരമുള്ള ആളെ തിരഞ്ഞെടുക്കുക. അഭിജിത്ത് ജയനുണ്ട് വിവരങ്ങളുമായി. അഭിജിത്ത്, യോഗം ആരംഭിച്ചിട്ടുണ്ടോ? നീത, ഏതായാലും ഉഭയകക്ഷി ചർച്ച പൂർത്തിയായിട്ടുണ്ട് എന്നതാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. രാവിലെ 9:30 AKG സെൻറ്ററിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും തമ്മിൽ ഇത്തരത്തിൽ ചർച്ച നടത്തിയത്. രാജ്യസഭാ സീറ്റ് നിർണയമാണ് CPMന് മുന്നിലെ കീറാമുട്ടിയായി നിൽക്കുന്നത്. ഇതിൽ കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ, അതായത് കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച വന്നെങ്കിലും ഇതിൽ തീരുമാനമായിരുന്നില്ല. പിന്നീട് ഉഭയകക്ഷി ചർച്ച നടത്താൻ തീരുമാനിക്കുകയും ഇന്ന് രാവിലെ ഉഭയകക്ഷി ചർച്ച ചേരുകയുമായിരുന്നു. ഏതായാലും തങ്ങൾക്ക് ആവശ്യപ്പെട്ട സീറ്റ് അത് നൽകണമെന്നുള്ള കാര്യം തന്നെയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം യോഗത്തിൽ ആവശ്യപ്പെട്ടത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് സീറ്റ് വിഷയത്തിൽ വിട്ടുവീഴ്ച ഇല്ലെന്ന നിലപാടിൽ ബിനോയ് വിശ്വം ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി പ്രധാനമായും തന്നെ ഉണ്ട്. ഇതിൽ തന്നെ ഈ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സീറ്റ് നൽകിയില്ലെങ്കിൽ അവരൊരു പക്ഷേ മുന്നണി വിടാനുള്ള സാധ്യത കൂടി CPM കാണുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ പ്രശ്നം എങ്ങനെ രമ്യമായി പരിഹരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു ഇന്നിപ്പോൾ രാവിലെ ഉഭയകക്ഷി ചർച്ച നടക്കുകയും ചെയ്തത്. ഏതായാലും തങ്ങൾക്ക് ആവശ്യപ്പെട്ട സീറ്റ് അത് കിട്ടണം. മാത്രമല്ല, കേരള കോൺഗ്രസ് എമ്മിൻ്റെ കാര്യം തനിക്കറിയില്ല എന്നുള്ളതാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഏതായാലും പറയുകയും ചെയ്തിട്ടുള്ളത്. ഒഴിവ് വരുന്ന 3 സീറ്റുകളിലേക്കാണ് ഇനിയിപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 13 വരെ നോമിനേഷൻ സമർപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ തന്നെ ഈ രാജ്യസഭയിലേക്ക് ആര് പോകണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഉഭയകക്ഷി ചർച്ച ചേരുകയും ചെയ്തത്. മാത്രമല്ല, തിങ്കളാഴ്ച ഇടതുമുന്നണി യോഗവുമുണ്ട്. തിങ്കളാഴ്ച ഇടതുമുന്നണി യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണ്ടും ചേരുന്നുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച തന്നെ ഒരു അന്തിമ ധാരണയിലേക്ക് എത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള CPIക്ക് തന്നെ സീറ്റ് നൽകണമെന്നുള്ള ഒരു പൊതുവികാരം പ്രധാനമായും തന്നെ പാർട്ടിയിലുണ്ട്. മാത്രമല്ല, CPIക്ക് സീറ്റ് നൽകാതിരുന്നാൽ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു വരുത്തുമെന്നുള്ള ആ ഒരു നിലപാട് കൂടി ചില നേതാക്കൾ പ്രധാനമായും തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ CPIക്ക് തന്നെ സീറ്റ് നൽകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. CPIക്ക് പുറമെ തന്നെ NCPയും കേരള കോൺഗ്രസ് എമ്മും ഇത്തരത്തിൽ RJDയും ഉൾപ്പെടെയുള്ള പാർട്ടികൾ സീറ്റ് വേണമെന്നുള്ള അവകാശവാദവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ തന്നെ മുന്നണിയിൽ നിന്ന് കടുത്ത എതിർപ്പ് നേരിടുന്നുണ്ട് എന്നതാണ് RJDയുടെ വിലയിരുത്തൽ. സംസ്ഥാന നേതൃയോഗം അവർ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലും ചേർന്നിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് RJD നിലപാടിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇടതുമുന്നണിയിലേക്ക് വന്നതോടുകൂടി കോട്ടയത്ത് ലോക്സഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നഷ്ടമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പദവിയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് കേരള കോൺഗ്രസ് എമ്മും നിലവിൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് രാജ്യസഭാ സീറ്റ് വേണമെന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ CPIയെ പ്രതിനിധീകരിച്ച് ബിനോയ് വിശ്വമായിരുന്നു MP ആയി രാജ്യസഭയിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ CPMന്റെ പ്രതിനിധിയായി എളമരം കരീമും ഒപ്പം കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതിനിധിയായി ജോസ് കെ മാണിയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും ഈ ആരെ രാജ്യസഭയിലേക്ക് അയക്കണം അല്ലെങ്കിൽ ആരായിരിക്കും നേതാവ് എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഈ സീറ്റ് നിർണയത്തിൽ തീരുമാനമായ ശേഷമായിരിക്കും അതേതായാലും ഉണ്ടാവുക എന്നുള്ള വിവരമാണ് നമുക്ക് ഏതായാലും പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഏതായാലും വൈകാതെ തന്നെ ഇത്തരം സീറ്റ് നിർണയ ചർച്ചകൾ പൂർത്തിയാക്കിക്കൊണ്ട് അന്തിമ ധാരണയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നേതൃത്വത്തിൽ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്നിപ്പോൾ രാവിലെ ഉഭയകക്ഷി ചർച്ച നടന്നത്. വൈകാതെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജോസ് കെ മാണിയുമായി കൂടിക്കാഴ്ച നടത്താനുള്ളൊരു സാധ്യതയും നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച ഇടതുമുന്നണി യോഗവും ഒപ്പം തന്നെ
CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേർന്ന് ഇതിലൊരു അന്തിമ ധാരണയിലേക്ക്, അന്തിമ തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. കാരണം ഇനിയിപ്പോൾ നോമിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സമർപ്പിക്കാനുള്ള ദിവസം ഇങ്ങെത്തിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന 13 വരെ മാത്രമാണ് സമയമുള്ളത്. ഇത്രയും വേഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായാൽ മാത്രമേ ഇത്തരം നടപടിക്രമങ്ങളുമായി CPM-ന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഇത്തരം ചർച്ചകൾ അത് വൈകാതെ തന്നെ പൂർത്തിയാക്കാനാണ് പാർട്ടിയിൽ ആലോചന. ശരി അഭിജിത്ത്, CPM CPI ഉഭയകക്ഷി ചർച്ച അവസാനിച്ചിട്ടുണ്ട്. LDF രാജ്യസഭാ സീറ്റ് വിഭജനത്തിൽ എന്തായാലും തീരുമാനമായിട്ടില്ല. സീറ്റ് വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് ബിനോയ് വിശ്വം ഉള്ളത്. CPIക്ക് അവകാശപ്പെട്ട സീറ്റ് കിട്ടിയേ മതിയാകൂ എന്നാണ് ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യം അറിയില്ലെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണവും. എന്തായാലും സീറ്റ് നൽകിയില്ലെങ്കിൽ കേരള കോൺഗ്രസ് എം മുന്നണി വിടുമെന്ന ആശങ്കയും CPM അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അഭിജിത്ത് ജയനാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.